അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഞാൻ മസാല കുറച്ചൊരു ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ആദ്യം തന്നെ ബിരിയാണീൻ്റെ അരി ഒന്ന് വേവിച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ അടുപ്പത്തേക്ക് തന്നെ ഞാൻ ചെമ്പ് വെച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിൽക്കൊരു സവാളയും ലേശം വേപ്പിൻ്റെ ഇലയും ലേശം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് മൂപ്പിച്ച് കോരി എടുക്കുന്നുണ്ട്. പിന്നെ മൂപ്പിച്ച് കോരി എണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ ഇറച്ചിക്ക് മസാല കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞതും ലേശം ഉപ്പും 2 പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതൊക്കെ മസാലയായിട്ടൊന്നും കൂട്ടണില്ല കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഗരം മസാലപ്പൊടി മാത്രമാണ് കൂട്ടുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ബീഫ് ആദ്യം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടൊന്ന് നമുക്ക് മസാലയിലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട ഇറച്ചിയും ഇതൊക്കെ ഒന്ന് ജോയിൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ലേശം മല്ലിച്ചപ്പും പൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് ലേശം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ച ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ ലേശം ഇതെടുത്ത് വെച്ചത് ഞാൻ ഇറച്ചി വേവിച്ചതിൽ ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ. അത് അതിൻ്റെ മേലെ പാർന്ന് കൊടുത്ത് ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും മല്ലിച്ചപ്പും പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ പാട്ട് കൊടുത്തങ്ങാണ്ട് മൂടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ലേശം കണലും കോരിയിട്ടിരുന്നു ഞാൻ അതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഒന്നും ഇല്ല കേട്ടോ, മുളകും പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.